ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പെരുന്നാൾ ബിരിയാണിയാണ്. കഴിച്ചാലും മടുപ്പ് തോന്നിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റുള്ള ഈ ഒരു പെരുന്നാൾ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പെരുന്നാൾ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ 1 കിലോ വരുന്ന ചിക്കൻ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1 ടീസ്പൂൺ അളവിലുള്ള ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യാം. ചിക്കൻ നമ്മൾ നന്നായിട്ട് മാറിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ചിക്കൻ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4-5 പച്ചമുളക് നടു കീറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വലിയ ജീരകം ഓയിലിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വലിയ ജീരകം ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 സവാള നല്ല നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയിൽ നമ്മൾ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ 1 കിലോ വരുന്ന ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളാണ് പറയുന്നത്. കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളെല്ലാം നിങ്ങൾ കൂട്ടി കൊടുക്കേണ്ടി വരും. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരു 4 മിനിറ്റാണ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പലതരം ബിരിയാണികളും നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ഒരു ബിരിയാണി. ഒട്ടും തന്നെ മടുപ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ചധികം മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ടൊമാറ്റോ ഒന്ന് കുക്കാക്കി എടുക്കണം. ടൊമാറ്റോ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് മസാലയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പോട്ട് അടച്ചു വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം. ചിക്കൻ നമ്മൾ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചും 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ടുമാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് ഈ ഒരു മസാലയ്ക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ മസാല മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം മാത്രം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗരം മസാല പൗഡർ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസിന് നല്ലൊരു അടിപൊളി ഫ്ലേവർ ആയിരിക്കും. ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നീളത്തിലുള്ള റൈസാണ്. ഈ റൈസ് നമ്മൾ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം വെള്ളമെല്ലാം നന്നായിട്ട് വാർത്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കിംഗ് പോട്ട് പകുതി അടച്ചു വെക്കാം. നമ്മുടെ റൈസ് ഒന്ന് 90% കുക്കാക്കി എടുത്താൽ മതി. ഇപ്പം നമ്മൾ റൈസ് കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം മാത്രമേ ആയിട്ടുള്ളൂ. ഓവർ കുക്ക് ആയിട്ടില്ല. ഇനി നമുക്ക് റൈസ് ഡ്രെയിൻ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു ചെറിയ പാന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ഇട്ട് കൊടുക്കാം.
ഗീ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റായിട്ട് വന്നാൽ കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 4-5 ഏലക്ക, 4-5 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് ദമ്മിലിടാം. അതിനു വേണ്ടി നമ്മൾ കുക്കിംഗ് പോട്ട് വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പകുതി റൈസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളൊരല്പം ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഈ പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കാഷ്യൂ നട്ട്സും റൈസിൻസും ഗീയോട് കൂടി തന്നെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് വീണ്ടും ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ റൈസ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കാഷ്യൂ നട്ട്സും റൈസിൻസും ഗീയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് സിമ്മിൽ ഇട്ട് കൊടുക്കണം നമ്മൾ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് റോസ് വാട്ടർ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.